പ്രസ്തുത ആക്ട് പ്രകാരം ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ കൃഷിവകുപ്പ് കൈക്കൊണ്ടുവരുന്നു. സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ച് KSREC മുഖേന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിപ്ര വില്ലേജ്, ഇത് പഞ്ചായത്താണെന്ന് അതിൽ പറഞ്ഞിരിക്കുകയാണ്, വില്ലേജ്, എറണാകുളം ജില്ലയിലെ വെങ്ങൂർ വില്ലേജ് എന്നിവിടങ്ങളിലെ ഡാറ്റാ ബാങ്ക് വാലിഡേറ്റ് ചെയ്തു വരികയാണ്. നെൽകർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സുസ്ഥിര നെൽകൃഷി വികസനം, പ്രത്യേക നെല്ലിനങ്ങളുടെ വികസനം, വികസന ഏജൻസികൾക്കുള്ള ധനസഹായം, പാടശേഖര സമിതിക്കുള്ള പ്രവർത്തന ചെലവ്, RKVY പദ്ധതി പ്രകാരമുള്ള തരിശുനില നെൽകൃഷി വികസനം, നെൽകൃഷി ഉൽപ്പാദന ബോണസ്, ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്നിവ നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനായി നടപ്പിലാക്കി വരുന്നു. തരിശായി കിടന്നിരുന്ന 1054.77 ഹെക്ടർ ഭൂമി നെൽകൃഷി യോഗ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ 1321.17 ഹെക്ടർ തരിശു ഭൂമി നെൽകൃഷി യോഗ്യമാക്കാൻ നടപടി ആവിഷ്കരിച്ചു വരുന്നു. ഇപ്രകാരം 2016-17 വർഷം 2375.94 ഹെക്ടർ ഭൂമി നെൽകൃഷി നടപ്പാക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരിപ്പ് കൃഷി ഇരിപ്പ് കൃഷിയാക്കുന്നതിനായി 4965.2 ഹെക്ടർ ഇരിപ്പ് കൃഷി ചെയ്യുന്ന 479 ഹെക്ടർ മുപ്പ് കൃഷി ചെയ്യുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു വരുന്നു. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 400 ഹെക്ടർ ഒരുപ്പ് കൃഷി ഇരിപ്പ് കൃഷി നടത്തുന്നതിലേക്കായി 230 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ സർക്കാർ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി തരിശു കിടന്ന മെത്രാങ്കായൽ, ആറന്മുള പാടശേഖരം എന്നിവിടങ്ങളിൽ 2016 വർഷം പുഞ്ചകൃഷി ആരംഭിക്കുന്ന നടപടികൾ കൈക്കൊണ്ടുവരുന്നു. 14/6/2016 ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ അവലോകന യോഗത്തിൽ കേരളത്തിലെ 941 പഞ്ചായത്തുകളിൽ 21 എണ്ണം നെൽവയൽ തണ്ണീർത്തടമില്ലാത്തതാണെന്നും 328 പഞ്ചായത്തുകളിൽ ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും 570 പഞ്ചായത്തുകളുടെ ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരണത്തിനായി നൽകിയിട്ടുണ്ടെന്നും ബാക്കിയുള്ള 22 പഞ്ചായത്തുകളിലെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിനുള്ള നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തി വരുന്നു എന്നും വിലയിരുത്തിയിരുന്നു. ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ ആവശ്യമായ ഫീൽഡ് പരിശോധന നടത്തി കുറ്റമറ്റ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നതിന് കൃഷി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരണം 2017 മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ KC ജോസഫ്. സർ, ബഹുമാനായ മന്ത്രി ചൂണ്ടിക്കാണിച്ച പോലെ KSRECയുടെ മുഖേന സാറ്റലൈറ്റ് ഡാറ്റ ആധാരമാക്കിയാണ് ഈ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. സർ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റാ ബാങ്കിൻ്റെ വിവരങ്ങൾ സംബന്ധിച്ച് പരാതി പരിഹരിക്കുന്ന നടപടി സ്വീകരിക്കുന്നുണ്ടോ, പരാതികൾ ഉണ്ടാകുന്നുണ്ടോ, പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇത് ഫീൽഡ് സർവേ നടക്കുന്നതുകൊണ്ട് ഡാറ്റാ ബാങ്കിൻ്റെ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ റീസർവേ കൂടി ക്രമീകരിക്കാൻ നടപടി സ്വീകരിക്കാമോ? സാർ, ഇവിടെ നിർദ്ദേശിച്ചതുപോലെ ഇവിടെ നടപ്പാക്കേണ്ടത് ഇതിൻ്റെ KSREC മുൻകൈയെടുത്തോൾ അതിൻ്റെ നേതൃത്വത്തിലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഡാറ്റാ ബാങ്കുകളുടെ കാര്യത്തിൽ അത് തയ്യാറാക്കുന്നതിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി കരട് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അതിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. റീസർവേ നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നതല്ല, നിലവിലുള്ള തണ്ണീർത്തടങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാനും നിശ്ചയിച്ചിരുന്നത്. റീസർവേ നടപടികൾ ഉൾപ്പെടെ 2017 തുടർന്ന് വീണ്ടും പുനരാരംഭിക്കാനുള്ള ആലോചനയാണ് നടത്തിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ റീസർവേ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങേക്കറിയാം, കേരളത്തിലെ പല ഭൂമികളും ഇപ്പോഴും രേഖകളിൽ കരഭൂമിയായിരിക്കാം, പക്ഷേ യഥാർത്ഥ തണ്ണീർത്തടമായിരിക്കാം, കൃഷിഭൂമിയായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം നികത്തപ്പെട്ടതാണ്. സർ, അങ്ങനെയുള്ളൊരു വലിയ പ്രശ്നം വയ്ക്കുന്നുണ്ട് റവന്യൂ ലാൻഡ് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ റീസർവേ ഇപ്പോൾ ഇവിടം വരെയായി, എന്തുകൊണ്ട് കേരളത്തിലെ റീസർവേ പൂർത്തിയാക്കാൻ എന്ന് പറയാൻ സാധിക്കൂ? സർ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ 881 വില്ലേജുകൾ റീസർവേ പൂർത്തിയായി എന്നതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. 783 വില്ലേജുകളുടെ റീസർവേ നടക്കാൻ ബാക്കിയിരിക്കുകയാണ്.
എന്നാൽ റിസർവേ നടന്നിട്ടുള്ള പ്രദേശങ്ങളിൽ തന്നെ അത് സംബന്ധമായ കുറേ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും അത് പരിഹരിച്ചു വരികയുമാണ്. അതൊരു പുറത്തു നിൽക്കുന്നു. പ്രധാനമായി ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ച നിലമെന്ന് BTRൽ ഉണ്ടെങ്കിലും ഇപ്പോൾ തന്നെ നികത്തപ്പെട്ട് കിടക്കുന്നുവെന്ന് പറയുന്നത് 2008 വയൽ തണ്ണീർത്തട നിയമം വരുന്നതിന് മുമ്പ് തന്നെ നികത്തപ്പെട്ട സ്ഥലങ്ങളും ഉണ്ടാകും. അത് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കണമെന്ന അതിൽ നിഷ്കർഷിച്ചിരുന്നത്. ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് യഥാർത്ഥത്തിൽ ഇപ്പോൾ 2008 നിയമം വരുമ്പോൾ തണ്ണീർത്തടമായും യഥാർത്ഥത്തിലുള്ള പാഡി ലാൻഡായും നിലനിൽക്കുന്നത് ഏത് എന്ന് സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. അതിന് മുമ്പ് നികത്തപ്പെട്ട സ്ഥലങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ അത് തിട്ടപ്പെടുത്തുമ്പോൾ നേരത്തെ നികത്തപ്പെട്ട ഭൂമിയുടെ കാര്യത്തിൽ എന്തു വേണമെന്നത് സംബന്ധിച്ച് അതിൽ വേണ്ടത്ര വ്യക്തതയില്ലാത്തൊരു കാര്യം ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കൊരു വലിയ വിശദീകരണം നൽകാൻ കഴിയുന്ന കാര്യമല്ല. യഥാർത്ഥ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി വന്നതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനമുണ്ടാക്കാൻ കഴിയൂ. ശ്രീ സണ്ണി ജോസഫ്. സാറ്, ഭൂവിനിയോഗ നിയമങ്ങളിൽ ഇളവ് ലഭിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് പണിയാൻ പഞ്ചായത്തുകളാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും വീട് പണിയുന്നതിനുള്ള അപേക്ഷകളുമായിട്ട് വരുന്ന ആളുകൾക്ക് അത് പരിശോധിച്ച് അനുമതി നൽകുന്നതിന് പഞ്ചായത്ത് തലത്തിലൊരു സമിതിയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ, കർഷക പ്രതിനിധികൾ. പക്ഷേ ഈ സമിതിക്ക് കേവലം ശുപാർശ അധികാരം മാത്രമേ ഉള്ളൂ. ഈ സമിതിയുടെ ശുപാർശ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതായിട്ടും RDOയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ വളരെ പോസിറ്റീവായിട്ട് കൊടുക്കുന്ന ശുപാർശകൾക്ക് പോലും അനുമതി കിട്ടുന്നുള്ളൂ. അതുവഴി വലിയ കാലതാമസം, പാവപ്പെട്ട അപേക്ഷകർക്ക് വലിയ കാലതാമസം ഉണ്ടാകുന്നു, അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് പഞ്ചായത്ത് തല സമിതികൾക്ക് കൂടുതൽ അധികാരം നൽകി, പഞ്ചായത്ത് സമിതികൾക്ക് തീരുമാനം എടുക്കാനുള്ള അധികാരം നൽകി ഈ കാര്യത്തിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ, വേഗത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം, നമ്മുടെ നിലവിലുള്ള നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ വ്യവസ്ഥകളിലിരിക്കുന്ന ഒരു പ്രാദേശിക കമ്മിറ്റിയുണ്ട്. ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തെ KLU ആക്ട് ഓർഡറുമായി ബന്ധപ്പെട്ട മറ്റു ചില അധികാരങ്ങളാണ് RDOക്കും അതുപോലെ കളക്ടർക്കുമൊക്കെ നേരത്തെ തന്നെ ഉള്ളത്. ഈ നിലവിലുള്ള നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ചുള്ള പ്രാദേശിക കമ്മിറ്റികളുടെ പ്രവർത്തനം കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന 3A നിലവിൽ വന്നതോടുകൂടി അത് യഥാർത്ഥത്തിൽ ആ കമ്മിറ്റികളുടെ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ആ കമ്മിറ്റികളുടെക്ക് അതിൻ്റെ മേലെ യാതൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തുടർന്ന് അത് സംബന്ധമായ തീരുമാനമെടുക്കേണ്ട റെഗുലറൈസ് ചെയ്യാൻ, ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ചൂണ്ടിക്കാണിച്ചത്. ആ ക്രമവൽക്കരണ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ കോടതിയുടെ ഭാഗത്തുണ്ടായ ഇടപെടലിൻ്റെ കൂടി ഭാഗമായി ഇപ്പോൾ അത് തടയപ്പെട്ട് നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അത് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പ്രായോഗികമായി കഴിയുക. അങ്ങനെ നിലവിൽ വരുമ്പോൾ ആ കമ്മിറ്റികൾക്ക് കൂടുതൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നത് ആലോചിക്കാവുന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. അതെ, ഈ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കൺവീനറായിട്ടുള്ള പ്രാദേശിക നിരീക്ഷണ സമിതികൾ നിലച്ചുപോയത് UDFൻ്റെ കാലത്ത് കൊണ്ടുവന്ന 3A നിയമം വന്നതിനെ തുടർന്നാണ്. എന്ന് മാത്രമല്ല, അത് ക്രമവൽക്കരിക്കാൻ വേണ്ടി മാർക്കറ്റ് വിലയുടെ 25% വില പിന്നെ കലക്ടറേറ്റിൽ 500 രൂപയുടെ പണമടച്ചുകൊണ്ട് ആ വില നിശ്ചയിച്ചുകൊണ്ട് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2008 മുമ്പുള്ള നെൽവയലുകൾ റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിയമം കൊണ്ടുവന്നത്. അത് മണി ബില്ലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആ നിയമം കൊണ്ടുവന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി 1 ലക്ഷത്തിൽ താഴെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും ആ കേസിനെ തുടർന്ന് ആ രീതിയിലുള്ള നടപടിക്രമങ്ങളും നിലച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ റെഗുലറൈസ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച് നേരത്തെ ഉണ്ടാക്കിയ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം പിൻവലിച്ചുകൊണ്ട് പഴയതുപോലെ ഈ കമ്മിറ്റിയെ പുനഃസ്ഥാപിച്ചാൽ മാത്രമാണ് ഈ നടപടിക്രമം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് നേരത്തെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോട് പ്രഖ്യാപിച്ചൊരു കാര്യമാണ്, ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ് 3A പിൻവലിക്കുക എന്നുള്ള കാര്യം. അത് ഗവൺമെൻറ് പരിഗണനയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് കൊണ്ടുവന്ന ആ നിയമത്തിൻ്റെ അപാകത മൂലമാണ് ഈ 1 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി വയ്ക്കുന്നതിനുള്ള പ്രശ്നം, വീട് വയ്ക്കുന്നതിനുള്ള പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്രീ K മുരളീധരൻ. സാർ, 1971 ഈ റാംസർ കൺവെൻഷനിൽ വെച്ചിട്ട് ഈ തണ്ണീർത്തട സംരക്ഷണത്തിനെ സംബന്ധിച്ചൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടക്കുകയും ഇന്ത്യ ഉൾപ്പെടെ 168 രാജ്യങ്ങൾ ഈ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു.
അതനുസരിച്ച് കേരളത്തിലെ 3 പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, അതായത് വേമ്പനാട്ട് കോൾനിലങ്ങൾ, അതുപോലെ തന്നെ ശാസ്താംകോട്ട തടാകം, അഷ്ടമുടിക്കായൽ, ഇവയെ കേരളത്തിലെ റാംസർ സങ്കേതങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി. പക്ഷേ ഒരു സംരക്ഷണ നടപടികൾ ഇതുവരെയായിട്ട് സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് മുൻഗണന നൽകുന്നു. സർ, ഈ കാര്യത്തിൽ നേരത്തെ 1971 തന്നെ നിലവിൽ എടുത്തിട്ടുള്ള തീരുമാനമെന്ന് ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ നാളിതുവരെ സ്വീകരിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നത് പരിശോധിച്ച് പറയാവുന്നതായിരിക്കും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, ഇവിടെ നമ്മൾക്ക് കൃഷിയോഗ്യമായ സ്ഥലം, പ്രത്യേകിച്ച് നെല്ലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് പറ്റുന്ന സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ഡേറ്റാ ബാങ്ക് ഉപകരിക്കുമെന്നാണ് അങ്ങ് പറയുന്നത്. സാർ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പഴയ രൂപ എല്ലാം മാറി. പഴയ നീർച്ചാലുകൾ പലതും ഇപ്പോഴില്ല. ആ നീർച്ചാലുകളോട് ചേർന്ന് കിടന്ന തണ്ണീർത്തടത്തിൻ്റെ രൂപഭാവവും മാറിയിരിക്കുകയാണ്. അതിൽ പലതും തരിശു ഭൂമിയായിട്ട് നിൽക്കുകയാണ്. സാർ, നമ്മളുടെ ഡേറ്റാ ബാങ്കിനകത്ത് ഈ ഇപ്പം അസച്ച് എന്തൊക്കെ പൊസിഷൻ ഉണ്ടോ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം പഴയ തണ്ടപ്പേർ രജിസ്റ്റർ വെച്ച് അത് അവിടെ നിന്ന് ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഇങ്ങോട്ട് അയക്കുകയാണ്. സാർ, അത് ചെയ്യുന്നത് കൊണ്ട് ഫീൽഡിലെ യാഥാർത്ഥ്യവും നമ്മളുടെ കയ്യിലെ ഡേറ്റയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങ് തന്ന മറുപടിക്കകത്ത് ഏതാണ്ട് ഇപ്പോൾ വരുന്നതിൽ 920 വില്ലേജുകളിൽ ഇത് പൂർത്തിയാക്കാനുണ്ടെന്ന് പറഞ്ഞു. സാർ, ആ പൂർത്തീകരണം ഇനിയും വൈകും. കാരണം നമ്മളുടെ ഇവിടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ 3000 ജീവനക്കാരാണ് ഉള്ളത്. സാർ, ഒരു ഭൂമി സർവേ ഡിപ്പാർട്ട്മെൻറ്റ് സർവേ ചെയ്യുന്നതിന് 9 പേരുടെ ഒരു ടീമിനെ വെക്കണം. സാർ, 9 പേരുടെ ടീമിനെ വെച്ച് അവർ പറയുന്ന നിശ്ചിതമായ രൂപത്തിൽ ഇത് കേരളം സർവേ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ നൂറ്റാണ്ട് പോലും കഴിഞ്ഞാലും ഈ സർവേ പൂർത്തിയാവില്ല എന്നുള്ളത് അങ്ങേക്ക് അറിയുമോ? അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായി ചെയ്യുന്നതിനെക്കുറിച്ചൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാർ, അത് വരുമ്പോഴും എറേഴ്സ് വളരെ ബെബിലാണ്. ആ എറേഴ്സാണ് സത്യത്തിൽ നമ്മളുടെ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ നമ്മൾ അളക്കുന്ന കാര്യത്തിലുണ്ടായ ഡിഫക്റ്റ് എന്ന് പിന്നീട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സാർ, ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇത് മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി എടുക്കുമോ? നമ്മളുടെ യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകുമോ? 920 പഞ്ചായത്തുകളിൽ അവശേഷിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. 941 പഞ്ചായത്തുകളിൽ 21 എണ്ണം നാൽവയൽ തണ്ണീർത്തടം ഇല്ലാത്തതാണ് എന്നതാണ് ഞാൻ 21 എണ്ണം ഇല്ലാത്തതാണെന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഇതിലെ ബഹുമാന മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ ഇവിടെ നിലവിലിരിക്കുന്ന തണ്ണീർത്തടങ്ങൾ, നീർച്ചാലുകൾ അതൊക്കെ ഇല്ലാതായിരിക്കുന്നു എന്നത് സൂചിപ്പിക്കേണ്ടായി. ഇത് സംബന്ധിച്ച കൃത്യമായ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി വരുമ്പോൾ നമ്മുടെ പ്രാദേശികമായി ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ച് കരട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞത് പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ച് അതിൽ KSREC അവരെ ചുമതലപ്പെടുത്തി അവർ നേരിട്ട് സാറ്റലൈറ്റ് സർവേ അതിൻ്റെ ഒരു മാപ്പ് തയ്യാറാക്കി വരുമ്പോൾ പലതും ചൂണ്ടിക്കാണിച്ചത് തണ്ണീർത്തടങ്ങൾ നികത്തപ്പെട്ടതായും നികത്തപ്പെട്ട ഭൂമികൾ തണ്ണീർത്തടങ്ങളായും ഒക്കെ തന്നെ പരസ്പര വിരുദ്ധമായ രീതിയിൽ അതിൽ കാണുന്നുണ്ട്. ഈ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പരിശോധന അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഡാറ്റാ ബാങ്കിൽ ഉള്ളത് എന്ന് ബോധ്യമാവുകയാണ് ചെയ്തത്. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് സ്ഥലപരിശോധന നടത്താതെ രേഖയിൽ നേരത്തെ BTRൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അനുസരിച്ച് മാത്രം തയ്യാറാക്കി വെച്ചു എന്ന് വേണം അനുമാനിക്കാൻ. അതിൽ കവിഞ്ഞ് ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ശാസ്ത്രീയമായ മാർഗത്തിലൂടെയുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് നമുക്ക് കരണീയമായിട്ടുള്ള മാർഗം. ശ്രീ K. കൃഷ്ണൻകുട്ടി. ഈ നിയമം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ സാർ ഈ ഭൂമിയുടെ ക്ലാസിഫിക്കേഷൻ നടത്താൻ തീരുമാനിക്കും സാർ. ഒന്ന് സാർ, കൃഷിഭൂമി എത്ര, കൃഷിക്ക് അനുയോജ്യമായ ഭൂമി എത്ര, കൃഷിക്ക് പറ്റാത്ത ഭൂമി എത്ര എന്നുള്ള നിലയിലേക്ക് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നാൽ ഈ പ്രശ്നം പകുതി തീർക്കാൻ സാധിക്കും സാർ. അതേപോലെ തന്നെ സാർ, ഇപ്പോഴുള്ള നീർത്തടത്തിന് റോയൽറ്റി സാർ, ഒരു ഹെക്ടർ നെൽകൃഷി ചെയ്യുമ്പോൾ ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞ റിപ്പോർട്ട് 22 ലക്ഷം റുപ്യ സമൂഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നു എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴുള്ള നെൽകൃഷി ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾക്ക് ഒരു ഹെക്ടറിന് ഒരു റോയൽറ്റി ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ പ്രകടന പത്രികയിലുണ്ടതാണ്. ആ റോയൽറ്റി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. ആ കാര്യങ്ങളൊരു പ്രത്യേകമായ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പരിശോധിച്ച് മറുപടി പറയാൻ കഴിയുന്ന കാര്യമാണ്.
യെസ്. ഭൂമിയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് തരംതിരിവ് നിലവിലുള്ള രീതിയിലല്ലാതെ പുതിയ രീതിയിൽ ഭൂമിയെ കൃഷി ചെയ്യാൻ കഴിയുന്ന നെൽകൃഷി ചെയ്യാൻ കഴിയുന്ന പാടശേഖരങ്ങളേത്? അത് നടത്താവുന്നതാണ്, അത് പരിശോധിച്ച് നടത്താവുന്നതാണ്. ശ്രീ എം ഉമ്മർ. സർ, ഇവിടെ ഈ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ളത് നിലവിലുള്ള വില്ലേജുകളിൽ രേഖ നോക്കിയിട്ടാണ്, അല്ലാതെ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കിയിട്ടല്ല, പോയി സ്ഥലം പരിശോധിച്ചിട്ടല്ല ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ളത് സർ. അങ്ങനെയുള്ള ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയ പഞ്ചായത്തുകൾ തന്നെ സർ ധാരാളമായ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് സർ. അങ്ങനെയുള്ള ഡാറ്റാ ബാങ്കിനകത്ത് കൂടിയിട്ടുള്ള തെറ്റുകൾ പരിഹരിക്കാൻ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത് പുനഃപരിശോധിക്കാൻ ഈ തെറ്റായി ചേർത്ത എൻട്രികൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള വല്ല സംവിധാനങ്ങളുണ്ടോ സർ? അല്ലെങ്കിൽ അത് വരുത്താൻ കഴിയുമോ സർ? ഈ കാര്യത്തിൽ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ നെൽവയ തണ്ണീർത്തട നിയമം വരുമ്പോൾ അതിൽ നിഷ്കർഷിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. എന്തായാലും അത് സംബന്ധമായ വളരെ വ്യക്തമായൊരു ധാരണയില്ലാത്തതിൻ്റെ ഭാഗമാകാമെന്ന് തോന്നുകയാണ്. 3 മാസത്തിനകത്ത് റൂൾസ് വന്ന് 3 മാസത്തിനകത്ത് ഈ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കണമെന്നാണ് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നത് ശാസ്ത്രീയമായ മാർഗത്തിലൂടെ ആയിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ ശാസ്ത്രീയമായ മാർഗം ഉപയോഗിച്ചുകൊണ്ടല്ല ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഡാറ്റാ ബാങ്കുകൾ മഹാഭൂരിപക്ഷം, അല്ലെങ്കിൽ പൊതുവിൽ എല്ലാ ഡാറ്റാ ബാങ്കുകളും കേവലം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരുന്നു കൊണ്ട് തയ്യാറാക്കിയത് മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റേതായ എല്ലാ കുറവുകളും നിലവിലുള്ള ഡാറ്റാ ബാങ്കിലുണ്ട്. അതാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ശാസ്ത്രീയമായി വേണം ഈ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാൻ എന്ന നിർദ്ദേശവും ബഹുമാനപ്പെട്ട കോടതി, ഹൈക്കോടതി ഉൾപ്പെടെ ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ള ഡാറ്റാ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും അന്തിമമായ പട്ടിക, അന്തിമമായ ഡാറ്റാ ബാങ്ക് വന്നാൽ മാത്രമേ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഡാറ്റാ ബാങ്കുകളിലെ കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ശ്രീ ജോൺ ഫെർണാണ്ടസ്. സർ, എറണാകുളം ജില്ലയുടെയും ആലപ്പുഴയുടെയും എല്ലാം പടിഞ്ഞാറൻ മേഖല, അവിടെ പൊക്കാളി കൃഷി മേഖലയാണ്. ഈ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള ഭൂമി ഇന്നുള്ള ഉടമകൾക്ക് ലഭിച്ചിട്ടുള്ളത്. സർ, ഈ നഗരവൽക്കരണത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശമാണിത്. ഈ ഡാറ്റാ ബാങ്ക് ആ മേഖലയിൽ ആദ്യം നടപ്പിലാക്കപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഇന്നുള്ള കയ്യേറ്റം കുറേ കൂടി ശക്തമാകുകയും, അതിപ്പോൾ ബഹുമാനപ്പെട്ട കെ മുരളീധരൻ സാർ പറഞ്ഞ പോലെ വേമ്പനാട്ട് കായലിൻ്റെ അടക്കം നാശത്തിലേക്ക് ചെന്നെത്തും. അപ്പോൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്താ പറയാനുള്ളത്? സർ, ഈ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കേണ്ടത് ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ടാവണം. അത് ഗവൺമെൻറ് നേരിട്ട് ഇവിടെ നിന്ന് തയ്യാറാക്കേണ്ട ഒരു കാര്യമല്ല. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടേണ്ടതെന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള കോർപ്പറേഷനാണെങ്കിൽ മേയർ, ആ സ്ഥലത്തുള്ള കൃഷി ഓഫീസർ, ബന്ധപ്പെട്ട പ്രദേശത്തെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ആവശ്യമായ ആലോചന നടത്തി ഇതിന് വേണ്ടുന്ന പരിശോധന നടത്താനുള്ള തീരുമാനം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിശ്ചയിക്കുന്ന അതിലുള്ള റവന്യൂ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിൻ്റെ കരട് രൂപം സമർപ്പിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഗസറ്റ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ സർക്കാർ നേരിട്ട് ഇവിടെ നിന്ന് നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല. ബന്ധപ്പെട്ട പഞ്ചായത്ത്, കോർപ്പറേഷനാണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, അവരുടെ സ്വന്തമായ മേൽനോട്ടത്തിൽ നടത്തേണ്ട ഒരു പ്രവർത്തനമാണിത്. തീർച്ചയായും ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ കൊച്ചി കോർപ്പറേഷനിൽ ആ കാര്യം വളരെ മുൻകൂട്ടി ചെയ്യേണ്ടതാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ശ്രീ അടൂർ പ്രകാശ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി, സർ, ഈ ഡേറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ചതുമായിട്ടുള്ള അപാകതകളെക്കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. സർ, അത് കുറേയൊക്കെ ശരിയാണ്. ഈ 670 വില്ലേജുകൾ ഇനി ഡേറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കാനുണ്ട് എന്നാണ് അങ്ങിവിടെ മറുപടിയിൽ തന്നെ പറഞ്ഞത്. സർ, അപ്പം ആദ്യം പ്രസിദ്ധീകരിച്ച ഡേറ്റാ ബാങ്കും ഇനി പ്രസിദ്ധീകരിക്കാനുള്ളതും ഒരു പുനഃപരിശോധന നടത്തി ഇപ്പോഴുള്ള അപാകതകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. സർ, ഇവിടെ 2008 ഈ നിയമം പാസ്സാകുന്നത്. 2008 ഈ നിയമം വരുന്ന
കാലഘട്ടത്തിൽ, അതിനുശേഷം ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ സാർ 2009, 2010, 2011, 2011 പ്ലീസ് സാർ ഈ ബഡ്ജറ്റിൽ തോമസ് ഐസക്ക്, ബഹുമാനപ്പെട്ട അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക്ക് അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ കൊടുത്തിരുന്നു സാർ അത് 2009, 2010 കൊടുത്ത റെഗുലറൈസ് ചെയ്യുന്ന പ്രൊവിഷനകത്ത് പറഞ്ഞിരിക്കുന്ന 25 കോടി രൂപ അധിക വരുമാനം വരാൻ പോകുന്നു എന്നാണ് അദ്ദേഹം ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞത്. സാർ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ ഈ കാര്യങ്ങൾ പുനഃക്രമീകരണം നടത്തുന്നതിന് വേണ്ടി തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ, ഇപ്പോൾ ഡേറ്റാ ബാങ്കിൻ്റെ കാര്യം തന്നെ ഞാൻ ചോദിച്ചു, ആദ്യം പ്രസിദ്ധീകരിച്ചത് തെറ്റാണ് എന്ന് അങ്ങ് പറയുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പറയുന്നു 6 മാസത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തീകരിച്ച് റെഡിയാക്കി തന്നേക്കാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് അങ്ങ് വ്യക്തമാക്കൂ. ഇത് ചോദിക്കാനാണ് അത്രയും വിശദീകരിച്ചത്. ബഹുമാനപ്പെട്ട മുൻ റവന്യൂ മന്ത്രി ഇപ്പോൾ ഇവിടെ ചോദിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കൃത്യമായി. എന്ന് പറഞ്ഞാൽ 2010 വിശ്വസിക്കണം എന്നാണ് ചോദ്യം. എപ്പോഴും മനസ്സിലാവുന്നതാണ്. 5 വർഷം കഴിഞ്ഞാലും നിങ്ങൾ അവിടെ തന്നെ ഇരിക്കല്ലേ, അതിൽ വേറെ വലിയ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. 5 വർഷം പേരുണ്ടായിരുന്നല്ലോ. ഈ കഴിഞ്ഞ 5 വർഷക്കാലം അങ്ങ് മന്ത്രിയായിരുന്നല്ലോ. ഈ 5 വർഷക്കാലത്തിനത്തെ അങ്ങേക്ക് മനസ്സിലാകാത്ത കാര്യമാണല്ലോ ഇപ്പോൾ 5 മാസമായി എന്നോട് ചോദിക്കുന്നത്. അതിരിക്കട്ടെ, ഈ 570 പഞ്ചായത്തുകൾ ഇനിയും പൂർത്തീകരിക്കാൻ പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ 3A ശരിയാണെന്ന വാദവുമായിട്ടാണ് അങ്ങ് അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരാശയം മുന്നോട്ട് വെച്ചെങ്കിൽ ആ ആശയത്തെ സംബന്ധിച്ച വിശദമായ പരിശോധന ഞങ്ങൾ നടത്തുമ്പോൾ ഈ 3A ഈ ക്രമവൽക്കരണ നടപടി ശരിയല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത് പിൻവലിക്കാൻ പോകുന്നത്. അത് പിൻവലിക്കുമെന്ന് അദ്ദേഹം തന്നെയാണ് ബഡ്ജറ്റിലൂടെ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് അദ്ദേഹം ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാണിച്ചെങ്കിൽ അത് നിയമപരമായി ബില്ല് അവതരിപ്പിച്ച് അത് പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്ലീസ് അല്ല ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, ഗവൺമെന്റ് കൊണ്ടുവന്ന 3A ആണ് പിൻവലിക്കാൻ പോകുന്നത്. നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ UDF കൊണ്ടുവന്ന 3A അതാണ് പിൻവലിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അല്ല ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഈ മുൻ റവന്യൂ മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സാർ അല്ല, നിങ്ങളുടെ മുൻ റവന്യൂ മന്ത്രിയാണ്. മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 6 മാസം കൊണ്ട് ഇത് പിന്നെ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കണമെന്ന് പറയുന്നതിന് കാരണം നിങ്ങളുടെ കണക്ക് പ്രകാരം 300 ചില്ലാനം പഞ്ചായത്തുകളിൽ ഡാറ്റാ ബാങ്ക് പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുകയും 590ഓളം പിന്നെ പഞ്ചായത്തുകളിൽ ഇതിൻ്റെ കരട് ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് 6 മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഞങ്ങളത് പ്രഖ്യാപിച്ചത്. പക്ഷേ ഞങ്ങൾ പിന്നീട് വിദഗ്ധന്മാരുടെ യോഗം വിളിച്ചപ്പോൾ ഇതിൻ്റെ ഡാറ്റാ ബാങ്കിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 1 കൊല്ലം കൊണ്ട് ഈ ഡാറ്റാ ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ചത്. ആ 1 കൊല്ലം കൊണ്ട് ഡാറ്റാ ബാങ്ക് പൂർത്തീകരിക്കപ്പെടുന്നത് നിലവിലുള്ള അപാകത പരിഹരിച്ചുകൊണ്ട് സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ ഇതിൻ്റെ ഡാറ്റ കൃത്യമായി കളക്ട് ചെയ്തുകൊണ്ട് എവിടെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നത് 2008 മുമ്പത്തെ ചിത്രങ്ങളും 2008 ശേഷമുള്ള ചിത്രങ്ങളും നമുക്ക് ലഭ്യമാണ്. അതിനാവശ്യമായ ഏജൻസികളെ വെച്ചുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മാപ്പിംഗ് നടത്തിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് സാർ. ആ രീതിയിൽ വരുമ്പോൾ ഇതിൻ്റെ അപാകത പരിഹരിക്കാൻ വേണ്ടി കഴിയും. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇത് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് റെഗുലറൈസ് ചെയ്യുന്നതിന് മുമ്പ് ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ച ശേഷമാണ് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി ആ ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ചെയ്തത് ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ 3A കൊണ്ടുവന്ന് റെഗുലറൈസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ഒരുപാട് ആളുകൾക്ക് ഇത് നികത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്.
ആ രണ്ടാണ്. ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് 3A പിൻവലിക്കാൻ തീരുമാനിക്കുന്നത്. ഞങ്ങൾ 1 കൊല്ലം കൊണ്ട് തന്നെ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവാണ്. സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്. ശ്രീ ചിറ്റയം ഗോപകുമാർ. സാർ പിന്നെ മന്ത്രി, ഇവിടെ 3Aയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സംസാരങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, 3A വകുപ്പ് അനുസരിച്ച് എത്ര ഹെക്ടർ ഭൂമിയാണ് ക്രമവൽക്കരിച്ച് നൽകിയതെന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? ഏറ്റവും കൂടുതൽ ഹെക്ടർ ഭൂമി ക്രമവൽക്കരിച്ച് നൽകിയത് ഏത് ജില്ലയിലാണ്, എത്രമാത്രം? സാർ, അതുപോലെ തന്നെ ഈ റീസർവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ട് സാർ. വർഷങ്ങളായി കൈവശത്തിലിരിക്കുന്ന ഭൂമി റീസർവേക്ക് ശേഷം കരമടച്ചുകൊണ്ടിരുന്നവർക്ക് പോലും കരമടയ്ക്കാൻ പറ്റാത്ത നിലയിൽ അത് പുറമ്പോക്കായി മാത്രം രേഖകൾ കാണുന്നത്. ഈ വിഷയം കൂടി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു. സാർ, ഈ 3A ഭേദഗതി അനുസരിച്ച് റെഗുലറൈസേഷന് വേണ്ടിയുള്ള അപേക്ഷകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. 93,088 അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട്. 56 അപേക്ഷകളിലാണ് ക്രമവൽക്കരണ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിലേറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ്, 2 എണ്ണം എറണാകുളം ജില്ലയിലാണ്. 56 എണ്ണത്തിൽ 2 എണ്ണം എറണാകുളം ജില്ലയിലാണ്, കൂടുതൽ എണ്ണം കണ്ണൂർ ജില്ലയിലാണ്. ഇതാണ് അവിടെ 20 പ്ലീസ് പ്ലീസ്. ഇതാണ് ഈ കാലയളവിൽ 56 എണ്ണം മാത്രമാണ് ക്രമവൽക്കരിച്ചിരിക്കുന്നത്. 93,088 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇനി അവശേഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ ബാക്കി നിൽക്കുകയാണ്. ക്രമവൽക്കരണ നടപടികളുടെ തുടക്കം കുറിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാത്ത കാര്യമായി നിൽക്കുകയാണ്, പാതി വഴി നിൽക്കുകയാണ്. പിന്നീട് ഈ കാര്യത്തിൽ ബഹുമാന്യ മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ച വീട് നിർമ്മിക്കുന്നവരുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ ഈ പറയുന്ന നടപടിയുമായി ബന്ധപ്പെട്ടല്ല, തീർച്ചയായും 3A പിൻവലിക്കുന്നതിലൂടെ നിലവിലിരിക്കുന്ന നിയമമനുസരിച്ച് RDO, കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നിലവിലുള്ള നിയമത്തിൻ്റെ വെളിച്ചത്തിൽ, KLU ഓർഡറിൻ്റെ അടക്കം വെളിച്ചത്തിൽ സ്വീകരിക്കാവുന്ന 5 സെൻറ്റ് ഭൂമിയോളം കരഭൂമി തീരെ ഇല്ലാത്ത ആളുകൾക്ക് ഭൂമി വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും.